അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാനുള്ള തീരുമാനം യമനിൽ നിന്ന് പുറത്തുവന്നത് മലയാളികൾക്ക് മാത്രമല്ല, മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകുന്ന വാർത്തയാണ്. ഈ നേട്ടത്തിന് പിന്നിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സാഹിബിന്റെ അവിശ്രാന്തമായ ഇടപെടലും മനുഷ്യസ്നേഹത്തോടെയുള്ള പ്രവർത്തനവുമാണ്. അദ്ദേഹത്തിന്റെ ഈ ശ്രമം ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നിമിഷപ്രിയ യമൻ പൗരനായ തലാൽ അബ്ദു മഹ്ദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2018 മുതൽ യമൻ ജയിലിൽ വധശിക്ഷ നേരിടുകയായിരുന്നു. ജൂലൈ 16-ന് ശിക്ഷ നടപ്പാക്കുമെന്ന വാർത്ത പുറത്തുവന്നപ്പോൾ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾക്ക് പുതിയ ഊർജം പകർന്നത് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലാണ്. യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുല്ലിന്റെ സഹായത്തോടെ തലാലിന്റെ കുടുംബവും ഗോത്ര നേതാക്കളും ഉൾപ്പെട്ട നിർണായക ചർച്ചകൾക്ക് ഉസ്താദ് തുടക്കമിട്ടു. ഈ ചർച്ചകൾ ഉത്തരയമനിലെ ദമാറിൽ നടന്നപ്പോൾ ഹബീബ് അബ്ദുൾ റഹ്മാൻ മഖ്ഷൂസിന്റെ നേതൃത്വത്തിൽ യമൻ ഭരണകൂട പ്രതിനിധികളും ജിനായത്ത് കോടതി ജഡ്ജിയും പങ്കെടുത്തു. ഇസ്ലാമിന്റെ കാതലായ സന്ദേശമായ കരുണ, ക്ഷമ, മനുഷ്യജീവന്റെ മൂല്യം എന്നിവ ഉയർത്തിപ്പിടിച്ചാണ് ഉസ്താദ് ഈ ദൗത്യത്തിൽ ഇടപെട്ടത്. ഖുർആൻ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നവൻ മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുന്നവനാണ്. ഈ തത്വത്തിന്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ. യമൻ ഭരണകൂടവുമായും തലാലിന്റെ കുടുംബവുമായും നടത്തിയ ആശയവിനിമയം ദിയാധനം സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിയൊരുക്കി. ഈ ഇടപെടലുകൾ വഴി വധശിക്ഷ മരവിപ്പിക്കാനുള്ള തീരുമാനം സാധ്യമായി. ഇതിന്ന് രാത്രിയോടെ ഔദ്യോഗിക ഉത്തരവായി പുറത്തുവരുമെന്നാണ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചത്. കാന്തപുരം ഉസ്താദിന്റെ ഈ ഇടപെടൽ ഇസ്ലാമിക മൂല്യങ്ങളുടെ പ്രായോഗിക സൗന്ദര്യത്തെ വെളിവാക്കുന്നു. മനുഷ്യരെ ഒന്നിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും ജീവന് വില നൽകാനും ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യത്തിന്റെ മാർഗത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ദിയാധനത്തിന്റെ കാര്യത്തിൽ ഇനിയും തീരുമാനമാകേണ്ടതുണ്ടെങ്കിലും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഈ നേട്ടം ഉസ്താദിന്റെ നേതൃത്വത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും പ്രതീകമാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൗൺസിൽ കാന്തപുരം ഉസ്താദിനോട് നന്ദി പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഈ നന്ദി ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിനുള്ള അംഗീകാരമാണ്. ഇസ്ലാമിന്റെ സമാധാന സന്ദേശവും മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന കരുണയും ഉയർത്തിപ്പിടിച്ച് ലോകമെമ്പാടും സൗഹൃദത്തിന്റെ പാലം പണിയുന്ന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിം പണ്ഡിതന്റെ ഉത്തരവാദിത്തം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള യാത്ര ഇനിയും തുടരുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുകൾ നമുക്കെല്ലാം പ്രചോദനമാണ്. നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ജ്ഞാനവും ഉപദേശവും ഉപയോഗിച്ച് ക്ഷണിക്കുക എന്ന ഖുർആൻ വചനത്തിന്റെ ജീവിക്കുന്ന പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. ഉസ്താദ് കൈവയ്ക്കുന്ന കാര്യങ്ങളിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പാഠമുണ്ട്. 6-ാം നൂറ്റാണ്ടുകാരൻ യാഥാസ്ഥികനെന്ന വിളിയും പേറി പള്ളിമൂലയിൽ കയറിയിരിക്കാനുള്ളതല്ല പണ്ഡിതധർമ്മം. 21 നൂറ്റാണ്ടിലും സയൻസ് കൊണ്ട് കിട്ടാത്ത മനുഷ്യത്വവും മൂല്യവും സമൂഹത്തിന് സ്വന്തം ജീവിതം കൊണ്ട് ബോധിപ്പിക്കലാകണം പണ്ഡിതധർമ്മം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.